ആ, എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് കുറച്ച് കുട്ടി ഉടുപ്പുകൾ കാണിക്കും. നമ്മൾ ഷോപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത ഉടുപ്പുകളാണേ. ഇത് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമർ കുറച്ച് ഷാളുകൾ കൊണ്ടു തന്നു. കുറച്ചധികം ഷാളുകൾ കൊണ്ടു തന്നിട്ട് അതിനകത്ത് കുറച്ച് കുട്ടി ഉടുപ്പുകൾ തയ്ക്കാൻ പറഞ്ഞതാണ്. ഒരു 2-2.5 വയസ്സുള്ള ഒരു മോക്ക് വേണ്ടിയിട്ട് അവിടെ കുറച്ച് ചെറിയ ചെറിയ ഉടുപ്പുകൾ കസ്റ്റമർ അളവും തന്നായിരുന്നു. അതിനനുസരിച്ചിട്ട് ഒരു റെഡിമെയ്ഡിൻ്റെ ഒരു അളവ് തന്നായിരുന്നു. അതിനനുസരിച്ച് ഉടുപ്പ് തയ്ക്കാൻ പറഞ്ഞാണ്. അപ്പം എല്ലാ ഷാളുകളാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് വൺ തയ്ച്ചത് ഇതാണ്. ഒരു ഗ്രീനിൽ നല്ല ഒരു ഡാർക്ക് എന്തോ ചെറുപയർ പക്ഷം എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു ഗ്രീനിൽ ഒരു ബ്ലാക്ക് പൂക്കളൊക്കെ ഉള്ളൊരു ഷാളായിരുന്നു ഇത്. ഇപ്പം നമ്മളിതൊരു ചുരിദാർ മോഡൽ അങ്ങനെയാക്കി. ഈ കറുത്ത കൈ നമ്മൾ വേറെ സെപ്പറേറ്റ് തന്നെ കൊടുത്താണ്. ചെറിയ കയ്യിൽ കണ്ടോ, ഇതൊരു ചെറിയ കയ്യിൽ നമ്മളൊരു ചുരിദാറിൻ്റെ ടോപ്പ് ഇവിടെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് ഇവിടെ പ്ലീറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഉടുപ്പ് മാതിരി കിടക്കുന്നത്. ഓക്കെ, നല്ല പ്ലീറ്റ് ഇവിടെ നല്ല പ്ലീറ്റ് കൊടുത്തിട്ട് ചെറിയൊരു പാറ്റേൺ തയ്ച്ചു. ഇതാണ് ഫസ്റ്റ് ആണ് വരുന്നത്. അതിൻ്റെ ടോപ്പ്, അതിൻ്റെ പാൻറ്റ്. ഇതൊന്നും ലൈനിങ് വെച്ചിട്ടില്ല, പക്ഷേ ഈ മുകളിലത്തെ ഈ പീസിൽ കട്ട് ചെയ്യുന്ന ഈ പീസിൽ നമ്മൾ ലൈനിങ് വെച്ചിട്ടുണ്ട്. ആ പീസിന് മാത്രമേ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. ഇത്രയും തന്നെ. രണ്ടാമത്തേന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ആഷ് കളറിൽ എന്തൊക്കെയോ ഒരു പൂ വരുന്നത്. ഇതൊരു മഫ്താഷാളാന്ന് തോന്നുന്നു, ആ ടൈപ്പ് വരുന്നത്. നമ്മൾ സിമ്പിൾ സാധാരണ ഒരു ഉടുപ്പാണ് തയ്ച്ചത്. നമ്മളിപ്പം ഷിമ്മി ടൈപ്പ് എന്നൊക്കെ പറയുന്നില്ലേ, അതാണ്. എല്ലാത്തിൻ്റെയും പുറകിൽ നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും പുറകിൽ ഓപ്പണാണ്. ഇത് ഫുൾ ഓപ്പൺ നമ്മൾ കൊളുത്ത് വെച്ച് പിടിപ്പിക്കാനാണ്. കംപ്ലീറ്റ് ഓപ്പൺ. ഇതൊരു സാധാരണ ഒരു യൂനക്കിലൊക്കെ കൊടുത്തിട്ട് ചെറിയ വള്ളീൻ്റെ കൈയല്ല, നമ്മൾ സാധാരണ കൈയൊക്കെ കൊടുത്തിട്ട് സ്ലീവ്ലെസ് പോലെ. ഓക്കെ, ഇതിവിടെ നിറച്ചും ചുരുക്കിട്ടിട്ട് കൊടുത്തു. ഉടുപ്പ്. ഇതാണ് രണ്ടാമത്തെ ഉടുപ്പ്. മൂന്നാമത്തേന്ന് പറയുന്നത് ഇതും ഒരു ഷോളാണ്. എല്ലാം ഷോളാണ്. ഇപ്പോൾ തയ്ച്ച എല്ലാം തന്നെ ഷോളാണ്. നമ്മളൊരു ചതുരത്തിൽ സ്ക്വയറിൽ നമ്മൾ കഴുത്ത് വെട്ടിയിട്ട് ഈ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ രണ്ട് തട്ടായിട്ട് നമ്മൾ നല്ല ഫ്ലെയറിൽ കിടക്കും. 2 തട്ടായിട്ട് നമ്മൾ തയ്ച്ചിട്ടുണ്ടായിരുന്നു. പുറകിലും അതേ കഴുത്താണ്. ഇത് ഓപ്പൺ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പുറകിൽ ഓപ്പണാണ്. ഓക്കെ, നമ്മൾ ഈ ഫ്രണ്ടിൽ ഇതിനൊരു ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലേസും പിന്നെ ഈ ജസ്റ്റ് ഈ 2 ലെയറായിട്ട് നമ്മൾ കൊടുത്തതിൻ്റെ ആ 2 സെപ്പറേറ്റ് ചെയ്യുന്ന കട്ടിങ്ങിൻ്റെ അടുത്ത് ഇങ്ങനൊരു ലേസും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയും ഈ മുകളിലത്തെ പോർഷൻ വന്നിട്ട് നമ്മൾ ലൈനിങ് സെയിം തുണി തന്നെ, ഷാള് ചെറിയൊരു മോക്കായതൊരു ഷാളിൻ്റെ തന്നെ ബാക്കി ഉണ്ടായിരുന്നു. ആ സെയിം തുണിയിൽ തന്നെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത്. നാലാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കേർട്ടും ടോപ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നേ. ഇത് ഇച്ചിരി കട്ടിയുള്ളൊരു തുണിയായിരുന്നു, അപ്പോൾ ഷാളായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്കേർട്ടും ടോപ്പും ആക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് 2 ലെയറായിട്ടുള്ള സ്കേർട്ടാക്കി. 2 ലെയറിൽ നമ്മൾ സ്കേർട്ട് തയ്ച്ചു. എലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് കുട്ടിക്ക് ഇത്രയെങ്ങനെ കാണത്തുണ്ടാവുള്ളൂ. നമ്മൾ എലാസ്റ്റിക്കിൽ ചെയ്തിട്ടുണ്ട്. കുട്ടീൻ്റെ ചെറിയ എലാസ്റ്റിക്കായിട്ടത് എന്നാ വെച്ചാൽ മക്കളുടെ വയറ് പെട്ടെന്ന് ഇറുകുമല്ലോ. അതുകൊണ്ട് ചെറിയ എലാസ്റ്റിക്കിന് 2 എലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെ 2 എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പോർഷൻ അങ്ങനെ ലെയറായിട്ട് 2 ലെയറിലൊരു സ്കേർട്ട്. അതിൻ്റെ ടോപ്പ് വന്നിട്ട് ഇതാണ്. അതിൻ്റെ ടോപ്പ് വന്നിട്ട് ചെറിയ കൈയൊക്കെയായി ഒരു കുട്ടി ടോപ്പ്. അത് പ്രത്യേകിച്ച് അതൊന്നും ചെയ്തിട്ടില്ല. ചെറിയ കൈയിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ഇതേപോലത്തെ ഫുൾ ഓപ്പൺ അല്ല, ജസ്റ്റ് ഇത്രയും ഓപ്പൺ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനൊരു ഇത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനൊരു ഇത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തതാണ്. ഈ സ്കേർട്ടിൻ്റെ ഈ ലാസ്റ്റ് ആണെങ്കിൽ ഈ ഒരു സംഭവം ഇതൊരു ലേസാണ്. ഈ ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തതാണ്. നമ്മൾ കംപ്ലീറ്റ് തുന്നി പിടിപ്പിച്ചേക്കണെയാണ്. അത് പിടിപ്പിക്കാൻ കുറച്ച് പാടായിരുന്നു, ഇരിക്കുന്നില്ലായിരുന്നു, തെന്നി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ എല്ലാം തന്നെ നന്നായിട്ടുണ്ട്. ഇനിയും ശരിക്കും പറഞ്ഞാൽ കസ്റ്റമർക്ക് ഇനിയും ഒരുപാട് ഷോളുണ്ട് ചെയ്യാൻ. നമുക്ക് ഇത്രയും കൊടുക്കാനേ സമയം, നാളെ പെരുന്നാളായതുകൊണ്ട് ഇത്രയും കൊടുക്കാനും നമുക്ക് സമയം കിട്ടിയിട്ട് തയ്ക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ.
ഇതാണ് 4 കുട്ടികൾക്കും. ഓക്കെ, താങ്ക് യു.